വിജനമായ ജീവിത വീഥികളിൽ സ്വപ്നങ്ങൾ വഴിതെളിക്കുന്ന ഒരു കാലം അത് കടന്നു വരാതിരിക്കില്ല. ക്രിക്കറ്റ് ഹൃദയത്തിലേറ്റി കോടിക്കണക്കിന് മനുഷ്യരൊരാൾ ഇന്ത്യയുടെ ട്രംപ് കാർഡായ ഒരു കഥയ്ക്ക് വിശേഷണങ്ങൾ അതീതമാണ്. നിഗൂഢമായൊരു അത്ഭുതത്തിൽ ജന്മസാഫല്യത്തിനത് കരുത്തും കനലുമായി. ഒരു ബൗളിംഗ് അക്കാദമിയിലും പരിശീലനം നേടാതെ, ശിഷ്യഗണങ്ങളിൽ എവിടെയും ചേർത്ത് വയ്ക്കപ്പെടാതെ ഒറ്റയ്ക്കൊരുത്തൻ കെട്ടിയുയർത്തിയ അവന്റെ സാമ്രാജ്യമാണ്. ഇന്ത്യക്ക് അപകട നേരങ്ങളിൽ പ്രതീക്ഷയുടെ വെട്ടമായവൻ മാറിയെങ്കിൽ സ്വന്തം കഴിവിൽ ചേർത്തുവെച്ച വിശ്വാസമാണത്. ഇന്ത്യക്കായി ബാറ്റെടുക്കാൻ കൊതിച്ചൊരു കൗമാരകാലം പരാജയത്തിന്റെ മറവിയിൽ ആണ്ടുപോയ കാലം. ഇനി ആ കായിക വഴികളിൽ താനില്ലെന്ന വിടവാങ്ങൽ അയാളിൽ ഏൽപ്പിച്ച മുറിവൊരിക്കലും ഉണങ്ങിയതേയില്ല. ടി സ്ക്വയറുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ചാർട്ട് പേപ്പറുകളുടെയും ഡ്രോയിങ്ങുകളുടെയും ലോകത്ത് ആർക്കിടെക്റ്റായി ജീവിതം മുന്നോട്ട്. പക്ഷേ ഉള്ളിലെവിടെയോ അയാൾ തന്റെ സ്വപ്നങ്ങളെ താലോലിച്ചിരുന്നു. ഹൃദയവും തലച്ചോറും ഒരുപോലെ ക്രിക്കറ്റർ എന്നടങ്ങാത്ത സ്വപ്നങ്ങളിലേക്ക് അവനെ വീണ്ടും നയിച്ചു. പേസറാകാൻ ആഗ്രഹിച്ച വരുൺ ഇന്ന് സ്പിൻ മാന്ത്രികനായ ലോകം കണ്ട ബൗളറിലേക്കുള്ള പരിണാമം എങ്ങനെയെന്ന് അമ്പരപ്പിന്റെ അനിർവചനീയതയിലേക്ക് നയിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റിൽ എത്തിപ്പെടുകയെന്നത് അത്രയും കഠിന വഴികളിൽ അശ്രാന്ത പരിശ്രമത്തിൽ അവൻ വർഷങ്ങൾ കാത്തിരുന്നു. ചെപ്പോക്കിലെ നെറ്റ്സിൽ പന്തെറിയാനെത്തിയവൻ IPL മാമാങ്കത്തിൽ പന്തെറിഞ്ഞതും നീലക്കുപ്പായം അണിഞ്ഞതും പ്രത്യാശ തേടുന്ന മനുഷ്യർക്കിതിലും വലിയ പ്രചോദനമെന്താണ്? ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ മുത്തമിടുന്ന നേരം പാതി വഴിയിൽ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കുന്ന മനുഷ്യർ ഇത് കാണുക. കുട്ടി ക്രിക്കറ്റിൽ ഒന്നാം സ്ഥാനം അലങ്കരിച്ച് എതിരാളിയുടെ മനക്കണക്ക് തെറ്റിക്കുന്ന മാന്ത്രികന്റെ ജീവിത വിജയത്തിന്റെ വസന്തകാലമാണിത്. ലോകകപ്പിന്റെ 2026 പ്രതീക്ഷ തെറ്റിക്കാതെ ഇന്ത്യക്ക് അവൻ വിക്കറ്റുകൾ കൊയ്തുകൊണ്ടേയിരുന്നു. അതെ, പ്രതിസന്ധികളിൽ ഇന്ത്യക്കിന്നൊരു ട്രംപ് കാർഡുണ്ട്. എതിരാളി ഉയർത്തെഴുന്നേൽക്കുന്ന നേരം അയാൾ എത്തുന്നതും സ്പിൻ മാജിക്കിന്റെ അങ്ങേയറ്റം പുറത്തെടുക്കുന്നതും പതിവ് കാഴ്ചകളായി. ഇന്ത്യ മോഹക്കപ്പ് ഉയർത്തി അഭിമാനത്തിന്റെ നെറുകയിലെത്തുമ്പോൾ ബാറ്ററാകാൻ കൊതിച്ച് ഇന്ത്യയുടെ ബൗളിംഗ് മൂർച്ചയുടെ അമരക്കാരനായവന്റെ ജീവിതകഥയൊരു വിഖ്യാത താളുകളിലെ തങ്കലിപികളിൽ തിളങ്ങുക തന്നെ ചെയ്യും.